ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും ശർക്കരയും കൊണ്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനുവേണ്ടി അത്യാവശ്യം വലുപ്പമുള്ള ഒരു 6 ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കി അരിച്ച് മാറ്റി വെക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഒന്ന് നല്ല രീതിയിൽ സിമ്മിലാക്കി കൊടുത്തിട്ട് വേണം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. ആ രീതിയിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വരുന്നുണ്ട്. ഒരു നെയ്യിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരും ഗോതമ്പ് പൊടിയിലേക്ക്. അപ്പോൾ അതുവരേക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കളർ മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഇനി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാലൊഴിക്കണം നിർബന്ധമില്ല. സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ പാലൊഴിച്ച് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അതാണ് പാലൊഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 കപ്പോളം പാൽ എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബാറ്റർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. സ്റ്റൗ നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ബാറ്ററും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ശർക്കരപ്പാനിയും ഈ ബാറ്ററും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടി നല്ല രീതിയിലൊന്ന് യോജിച്ച് വരണ വരേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പാനിൽ നിന്ന് ഇത് വിട്ട് വരണ വരേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി വേണം. അപ്പോൾ സ്റ്റൗ ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം. അടി പിടിക്കരുത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ പാനിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റേജൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് പാകമായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഉണക്കമുന്തിരി കാഷ്യൂസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതിലാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ട്രേയിലേക്ക് കുറച്ച് കാഷ്യൂസും കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയ ആ ഹൽവയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഒന്ന് ലെവലാക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.